ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് അവൻ നഷ്ടപ്പെടുത്തുമ്പോൾ, തേജസ് നഷ്ടപ്പെട്ട് പാപം ചെയ്ത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ച അത്തിയില കൊണ്ട് അരയാടെ ഉണ്ടാക്കി ദൈവത്തിൽ നിന്ന് മറഞ്ഞ ആ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു, നീ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ഒരുവനുണ്ട്. ആ പഴയ പാമ്പിനെ, സർപ്പത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, നീ സ്ത്രീയെ വഞ്ചിച്ചുവെങ്കിൽ സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാനിടയാകും. വേദപുസ്തകത്തിനകത്ത് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രവചനമായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന പ്രവചനം. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന തിന്മ, തകർച്ചകൾക്കെല്ലാം പിറകിൽ പാപ സ്വഭാവങ്ങളുണ്ട്. പാപം എന്ന് പറയുന്നത് നരകത്തിന്റെ പ്രോഡക്റ്റ് ആണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മടങ്ങി വരുന്നത്. പാപം ചെയ്യാതെ വിശുദ്ധിയോടെ തന്നെ താൻ നിർമ്മലതയോടെ സൂക്ഷിച്ച് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അത്രേ യേശു കർത്താവ് മടങ്ങി വരുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. പറഞ്ഞ്, പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ രോഗിയായി, തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ശാപത്തിന് അധീനമായി, തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈർഘ്യം കുറയാനിടയായി. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ എല്ലാം നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തേജസ് പോയതിന്റെ കാരണം പാപമാണ്. വേദപുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ. ഇപ്പോൾ നിങ്ങൾ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. കണ്ണുകൾ കൊണ്ട്, ചെവികൾ കൊണ്ട്, വായ് കൊണ്ട്, ശരീരം കൊണ്ട് പാപം ചെയ്യാൻ നിന്നെ വിട്ടുകൊടുക്കാതെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന രക്തമാണ് യേശുവിന്റെ പരിശുദ്ധമായ രക്തം.